2023 ഒക്ടോബർ 7 ശേഷം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം ഫലസ്തീനാണ്. കുടിയിറക്കപ്പെട്ട ഒരു ജനത 7 പതിറ്റാണ്ടിലധികമായി തങ്ങളുടെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. ആരാണ് ഫലസ്തീനിലെ ആദിമ നിവാസികൾ? എന്നു മുതലാണ് യഹൂദർ ഫലസ്തീനിൽ പ്രവേശിച്ചത്? നമുക്ക് പരിശോധിക്കാം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫലസ്തീനിലെ ആദ്യത്തെ ജനവാസം അല്ലെങ്കിൽ കുടിയേറ്റം എന്നായിരുന്നു എന്ന് ഇന്നും അവ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ BC 18-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന അരീഹ അല്ലെങ്കിൽ ജെറീക്കോ എന്നു പേരായ ഒരു പട്ടണത്തിൻ്റെ അവശിഷ്ടമാണ് ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള ഒരു പുരാവസ്തു അവശിഷ്ടം. എന്നാൽ ആരാണ് അവിടെ താമസിച്ചിരുന്നത്, ഈ പട്ടണത്തിൽ ആരാണ് താമസിച്ചിരുന്നത് എന്ന് ഇന്നും അവ്യക്തമായ കാര്യമാണ്. പിന്നീട് BC 14-ാം നൂറ്റാണ്ടിൽ നെതൂഫിയൂൻ എന്നു പേരായ ഒരു ഗോത്രം അവിടെ താമസിച്ചിരുന്നതായി പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആരായിരുന്നു ഈ ഗോത്രമെന്നോ എവിടെ നിന്നാണ് അവർ കുടിയേറി വന്നതെന്നോ ഇന്നും അജ്ഞാതമായ കാര്യമാണ്. എന്നാൽ ഫലസ്തീനിൽ കുടിയേറിയ ആദ്യത്തെ ഗോത്രം ജസീറത്തുൽ അറബിൽ നിന്ന് അഥവാ അറേബ്യയിൽ നിന്ന് വടക്കോട്ട് പലായനം ചെയ്ത് സിറിയയിലും ഫലസ്തീനിലുമെല്ലാം കുടിയേറിയ കൻആനികളും അമൂറികളുമാണ് എന്നുള്ളതാണ് ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള പുരാവസ്തു അവശിഷ്ടങ്ങൾ നമ്മോട് പറയുന്നത്. ഫലസ്തീൻ ചരിത്രത്തിൽ ഏറ്റവും വ്യക്തവും എല്ലാ പൗരസ്ത്യരും പാശ്ചാത്യരുമായ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരുമെല്ലാം സമ്മതിച്ച ഒരു കാര്യമാണിത്. അതായത് അറബികളായ കൻആനികളും അമൂറികളുമാണ് ഫലസ്തീനിലെ ആദ്യത്തെ കുടിയേറ്റക്കാർ. ഈ ചരിത്രങ്ങളിലൊന്നും യഹൂദരെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. ആദ്യ കുടിയേറ്റക്കാർ കൻആനികളായതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളെ ബൈബിളിൽ കാനാൻ ദേശം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈസ്റ്റ് ജെറൂസലേമിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സയും ഡോം ഓഫ് ദ റോക്കുമെല്ലാം സ്ഥിതി ചെയ്യുന്ന ഖുദ്സ് പ്രദേശത്തിലേക്ക് ആദ്യമായി താമസം ഉറപ്പിച്ചത് ഇതേ അറേബ്യയിൽ നിന്ന് തന്നെ കുടിയേറിയ യബീസികൾ എന്ന് പറയുന്ന ഒരു ഗോത്രമാണ്. ഈ വസ്തുതകളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇനി ഫലസ്തീൻ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്ന് പരിശോധിക്കാം. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപുകളിൽ നിന്ന്, അതിൽ തന്നെ വിശേഷിച്ചും ക്രീറ്റ് എന്ന പേരായ ഒരു ദ്വീപിൽ നിന്ന് കുടിയേറിയ ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടാണ് ഫലസ്തീൻ എന്നുള്ള പേര് വരുന്നത്. ഈ ദ്വീപുവാസികളെ ബാധിച്ച ഒരു വിപത്തിനെ തുടർന്ന് അവരാദ്യം ഈജിപ്തിലേക്കാണ് കുടിയേറുന്നത്. എന്നാൽ ഈജിപ്തിൽ പ്രസിദ്ധമായ സോസീൻ യുദ്ധത്തിന് ശേഷം അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഫറോവയായിരുന്ന റാംസിസ് മൂന്നാമൻ ഈ ഗോത്രങ്ങളോട് ഈജിപ്തിൽ നിന്ന് ഇന്നത്തെ ഫലസ്തീൻ്റെ തെക്ക് ഭാഗത്തുള്ള പെലസ്ത് എന്നുള്ള ദേശത്തിലേക്ക് കുടിയേറി പാർക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ഈ ഗോത്രം പെലസ്തിലേക്ക് കുടിയേറുകയും അങ്ങനെ അവരെ പലസ്തീനികൾ എന്ന് വിളിക്കുകയും ചെയ്തു. ഇത് പിന്നീട് ഫലസ്തീൻ എന്നുള്ള പേരായി രൂപാന്തരപ്പെടുകയായിരുന്നു. കാലക്രമേണ ഈ ഫലസ്തീനികളും അവിടുത്തെ ആദിമ നിവാസികളായിരുന്ന കൻആനികളും അമൂറികളും യബീസികളും എല്ലാം ചേർന്ന് ഒരൊറ്റ വിഭാഗമായി മാറുകയാണുണ്ടായത്. എന്നാൽ ഈ കാലഘട്ടം വരെ യഹൂദികളെയോ അവരുടെ വംശത്തെയോ കുറിച്ചുള്ള യാതൊരു പരാമർശവും എവിടെയും കടന്നു വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഫലസ്തീനിലെ ആദിമ നിവാസികൾ അറബികളായിരുന്ന കൻആനികളും യബീസികളും അമൂറികളുമൊക്കെയാണ് എന്നുള്ളത് എല്ലാ പുരാവസ്തു പഠന ഗവേഷണ ശാഖകളും വേദഗ്രന്ഥങ്ങളുമെല്ലാം അരക്കിട്ടുറപ്പിച്ച ഒരു വസ്തുതയാണ്. ഇനി യഹൂദർ എന്നു മുതലാണ് ഫലസ്തീനിൽ പ്രവേശിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇബ്രാഹിം നബിയുടെ അഥവാ എബ്രഹാം പ്രവാചകൻ്റെ പേരമകനായ യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രയേൽ. യാക്കൂബിൻ്റെ അഥവാ ഇസ്രയേലിൻ്റെ സന്താന പരമ്പരയെയാണ് ഇസ്രയേൽ മക്കളെന്ന് ബൈബിളിലും ബനി ഇസ്രയേൽ എന്ന് ഖുർആനിലും വിശേഷിപ്പിക്കുന്നത്. യാക്കൂബ് പ്രവാചകൻ അഥവാ ഇസ്രയേൽ പ്രവാചകൻ ജനിച്ചത് ഫലസ്തീനിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഇബ്രാഹിം പ്രവാചകൻ ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത് ഫലസ്തീനിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു പ്രവാചകനായിരുന്നു. യാക്കൂബിൻ്റെ സന്താന പരമ്പരയെയാണ് ഇസ്രയേൽ എന്ന് വിളിക്കുന്നതെങ്കിലും
അദ്ദേഹത്തിൻ്റെ സന്തതികൾ യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ ഒരു തലമുറ പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. യാക്കൂബിൻ്റെ പുത്രൻ യൂസുഫ് നബി, ബൈബിളിൽ ജോസഫ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചകൻ, അദ്ദേഹം കിണറ്റിലെറിയപ്പെടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ അദ്ദേഹം ഈജിപ്തിലെത്തിപ്പെടുകയും അതിനുശേഷം യാക്കൂബും മറ്റു 11 മക്കളും ഈജിപ്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുടിയേറി പാർക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്ത സംഭവങ്ങളെല്ലാം ഖുർആനിലും ബൈബിളിലും വിവരിക്കുന്നുണ്ട്. അതായത് യാക്കൂബ് നബി അല്പകാലം മാത്രമേ ഫലസ്തീനിൽ താമസിച്ചിട്ടുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ പിതാമഹൻ എബ്രഹാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറി പാർത്തത് കൊണ്ട് മാത്രം. ഈ യാക്കൂബ് പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഇസ്രയേൽ പ്രവാചകൻ്റെ അല്പകാലത്തെ താമസം മാത്രം മുൻനിർത്തി ഫലസ്തീൻ തങ്ങളുടെ പിതൃഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ യഹൂദർക്ക് എങ്ങനെ സാധിക്കും? വിശേഷിച്ചും ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫലസ്തീനിലെ ആദിമനിവാസികൾ അറബികളായ കൻആനികളും അമൂറികളും യബീസികളുമൊക്കെയാണ് എന്നിരിക്കെ പിന്നീട് 500 വർഷം യഹൂദർ ഈജിപ്തിലാണ് താമസിക്കുന്നത്. ഈജിപ്തിലേക്ക് നിയോഗിതനായ പ്രവാചകൻ മൂസ നബി, മോസസ് എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന മൂസ നബിയുടെ കാലത്താണ് അദ്ദേഹം ദൈവിക കൽപ്പന പ്രകാരം ആ സമുദായത്തെ, യഹൂദരെ, ഫറോവമാരുടെ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തി ഫലസ്തീൻ ദേശത്തേക്ക് അവരെ രക്ഷപ്പെടുത്തുന്നത്. പിന്നീട് ചരിത്രത്തിലുടനീളം പല പ്രാവശ്യം യഹൂദർ ഈ ഫലസ്തീനിൽ നിന്ന് ചിന്നിച്ചിതറുകയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിതറി പാർക്കുകയും ചെയ്ത സംഭവങ്ങൾ, അതിനുശേഷം വീണ്ടും ഫലസ്തീനിലേക്ക് തന്നെ കുടിയേറുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് യൂറോപ്പിലുടനീളം ചിതറി ജീവിക്കുകയായിരുന്ന യഹൂദികൾക്ക് സ്വന്തമായി ഒരു വാഗ്ദത്ത രാജ്യം വേണമെന്ന മതരാഷ്ട്രവാദത്തോടുകൂടി തിയോഡർ ഹെർസലിൻ്റെ നേതൃത്വത്തിലുള്ള സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവ്. യഹൂദർക്ക് സ്വന്തമായി ഒരു വാഗ്ദത്ത രാജ്യം വേണമെന്ന ഈ ആവശ്യാർത്ഥം ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമെല്ലാം ഭൂമി അന്വേഷിക്കുകയും അവിടെയൊന്നും ലഭ്യമല്ലാതായപ്പോൾ ഒടുവിൽ ബ്രിട്ടൻ്റെ ആശീർവാദത്തോടുകൂടി 1948 മെയ് 14 അറബ് വംശജർ താമസിച്ചിരുന്ന ഫലസ്തീൻ പ്രദേശം തിരഞ്ഞെടുക്കുകയും അങ്ങനെ അവിടെ നിന്ന് 7 ലക്ഷത്തിലധികം വരുന്ന ഫലസ്തീനികളെ കുടിയിറക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തതിനു ശേഷം ആ പ്രദേശത്തെ വിഭജിച്ച് അവിടെ ഇസ്രായേൽ എന്നുള്ള പേര് നൽകി ഒരു രാഷ്ട്രം നിർമ്മിച്ചെടുക്കുകയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ അനീതിയിലൂടെ ഒരു രാജ്യം പിറവിയെടുക്കുകയായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.